മനുഷ്യ ശരീരത്തിലൂടെ രക്തം എങ്ങനെയാണ് ഒഴുകുന്നത്, ഏതൊക്കെ അവയവങ്ങളിലൂടെയാണ് ഒഴുകുന്നത്, എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. ഇത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ രക്തത്തിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സർക്കുലേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ബ്ലഡിൻ്റെ സർക്കുലേഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മനുഷ്യ ശരീരത്തിൽ 3 തരത്തിലുള്ള രക്തക്കുഴലുകളുണ്ട്. ഒന്ന് ആർട്ടറീസ്, 2 വെയിൻസ് ആൻഡ് 3 കാപ്പിലറീസ്. ആർട്ടറീസ് ആണ് നോർമലി ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. വെയിൻസ് ആണ് നോർമലി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. ഇത് 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്നാൽ ഇതിന് എക്സെപ്ഷണൽ കേസ് മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. പൾമണറി ആർട്ടറി എന്ന് പറയുന്ന ആർട്ടറി അശുദ്ധ രക്തം അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡാണ് ക്യാരി ചെയ്യുന്നത്. അതുപോലെ തന്നെ പൾമണറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ക്യാരി ചെയ്യുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, മനുഷ്യ ശരീരത്തിൽ ഹൃദയം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടത് ഭാഗം എവിടെയാണ്, വലത് ഭാഗം എവിടെയാണ് എന്ന് നിങ്ങൾ ഒരു ഐഡിയ മനസ്സിൽ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തൊറാസിക് ക്യാവിറ്റിയുടെ മധ്യത്തായിട്ട് കാണപ്പെടുന്ന ഹൃദയത്തിൽ എനിക്ക് ഇത് എൻ്റെ ഇടത് ഭാഗമാണ്, ഇത് എൻ്റെ വലത് ഭാഗമാണ് ഹൃദയത്തിൻ്റെ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇത് വലത് ഭാഗമാണ്, നിങ്ങൾക്ക് ഇത് ഇടത് ഭാഗമാണ്. ഇവിടെ ഒരു സംശയം വരാതെ നോക്കി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു പടം നമ്മൾ ബോർഡിൽ വരയ്ക്കുമ്പോൾ ഇത് ഇടത് ഭാഗത്തെ ഹൃദയമായിട്ടും അല്ലെങ്കിൽ ഇവിടെയുള്ളത് വലത് ഭാഗത്തെ ഹൃദയമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെ ഇടത് വശത്ത് കൂടി ഓക്സിജനേറ്റഡ് രക്തമായിരിക്കും ഒഴുകുന്നത് എന്ന് ഓർത്തിരിക്കുക. വലതുവശത്തൂടെ ഡീഓക്സിജനേറ്റഡ് രക്തമായിരിക്കും ഒഴുകുന്നത് എന്ന് ഓർത്തിരിക്കുക. ഈ 3 കാര്യങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ നടക്കുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്വയർ വരയ്ക്കുക. ഈ സ്ക്വയറിനെ നിങ്ങളുടെ ഹൃദയമായി സങ്കല്പിക്കുക. ഈ സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ലെഫ്റ്റ് ഓറിക്കിളാണ്, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്, ഇത് റൈറ്റ് ഓറിക്കിളാണ്, ഇത് റൈറ്റ് വെൻട്രിക്കിളാണ്. നമുക്കറിയാവുന്നതുപോലെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. അപ്പർ ചേംബേഴ്സിനെ നമ്മൾ ഓറിക്കിൾ അല്ലെങ്കിൽ ഏട്രിയ എന്ന് വിളിക്കുന്നു. ലോവർ ചേംബേഴ്സിനെ നമ്മൾ വെൻട്രിക്കിൾസ് എന്ന് വിളിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇടതുവശമാണ്, ലെഫ്റ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഓറിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് രക്തം ഒഴുകുന്നതിന് വേണ്ടിയിട്ട് ഒരു വാൽവ് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. ആ വാൽവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിട്രൽ വാൽവ്. അതുപോലെ തന്നെ റൈറ്റ് ഓറിക്കിളിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് രക്തം കൊണ്ടുവരുന്നതിന് ഇവിടെ ഒരു വാൽവ് പ്രസൻ്റ് ഉണ്ട്. ആ വാൽവ് 3 കസ്പോട് കൂടിയ വാൽവാണ്, അല്ലെങ്കിൽ 3 ഫ്ലാപ്പോട് കൂടിയ അടപ്പോളോട് കൂടിയ ടൈപ്പ് വാൽവാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈ കസ്പിഡ് വാൽവ്. അപ്പോൾ ഇത് മിട്രൽ വാൽവാണ്. മിട്രൽ വാൽവിൻ്റെ മറ്റൊരു പേരാണ് ബൈ കസ്പിഡ് വാൽവ്. ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് സർക്കുലേഷൻ പഠിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, കണക്ട് ദ ഓപ്പോസിറ്റ് ചേംബേഴ്സ്. കണക്ട് ദിസ് ചേംബർ വിത്ത് ദിസ് ചേംബർ. വെരി സിമ്പിൾ. ഇവിടുത്തെ ഈ ഒരു ചേംബറിനെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള അടുത്ത ചേംബറുമായിട്ട് കണക്ട് ചെയ്യുക. ഇവിടെയുള്ള ഈ ഒരു ചേംബറിനെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള അടുത്ത ചേംബറുമായിട്ട് കണക്ട് ചെയ്യുക. സർക്കുലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സർക്കുലേഷൻ നടക്കുന്നതെന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ഓറിക്കിളിൽ വരുന്നത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള, ഓക്സിജൻ്റെ അളവ് കൂടുതലുള്ള രക്തമാണ്. അവിടെ നിന്നും ഈ ബൈക്കസ്പിഡ് വാൽവിലൂടെ രക്തം ഈ വെൻട്രിക്കിളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ രക്തം ഒഴുകിയെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശുദ്ധമായ രക്തമാണ്, അല്ലെങ്കിൽ ശുദ്ധമായ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തം എങ്ങോട്ടാണ് പോകേണ്ടത്? ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുമാണ് പോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്വേയിൽ നമുക്ക് കൊടുക്കാം ഓൾ ബോഡി പാർട്സ്. ഇനി
എല്ലാ ശരീരഭാഗങ്ങളിൽ നിന്നും അശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തമാണ് ഇവിടെ റൈറ്റ് ഓറിക്കിളിലെത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ 3 രക്തക്കുഴൽ ഈ റൈറ്റ് ഓറിക്കിളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഒന്നിനെ സുപ്പീരിയർ വീനക്കാവ എന്ന് വിളിക്കുന്നു, ഇൻഫീരിയർ വീനക്കാവ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്ന രക്തക്കുഴൽ ഈ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ നിന്ന് തന്നെയുള്ള അശുദ്ധ രക്തം റൈറ്റ് ഓറിക്കിളിൽ കൊണ്ടെത്തിക്കുന്നതാണ്. റൈറ്റ് ഓറിക്കിളിൽ നിന്നും അശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തം റൈറ്റ് വെൻട്രിക്കിളിലെത്തുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ രക്തത്തെ നമുക്ക് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്, പ്യൂരിഫൈ ചെയ്യുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി അതിനെ അടുത്തൊരു ശരീരഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നു. അതാണ് ലങ്സ്. ലങ്സിലേക്ക് എത്തിയതിന് ശേഷം അവിടെ നിന്നും പ്യൂരിഫൈ ചെയ്ത രക്തം തിരിച്ച് ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് വരുന്നു. നമുക്ക് ഇനി ഈ രക്തക്കുഴലുകൾക്കൊക്കെ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ ലങ്സിൽ നിന്നും ശുദ്ധീകരിച്ച രക്തം ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമണറി വെയിൻ. അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തത്തെ എല്ലാ ശരീരഭാഗത്തേക്കും കൊണ്ടെത്തിക്കാനായിട്ട് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ രക്തക്കുഴൽ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് അയോർട്ട. അതിനുശേഷം എല്ലാ ശരീരഭാഗത്തും രക്തമെത്തുന്നു. അവിടെ നിന്നും സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും കൊറോണറി വെസലിലൂടെയും ഇത് തിരിച്ച് റൈറ്റ് ഓറിക്കിളിലെത്തുന്നു. ആ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ട്രൈക്കസ്പിഡ് വാൽവിലൂടെ റൈറ്റ് വെൻട്രിക്കിളിലെത്തുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഒരു രക്തക്കുഴൽ വരുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമണറി ആർട്ടറി. നമുക്കറിയാവുന്നതുപോലെ ആർട്ടറി നോർമലി ശുദ്ധമായ രക്തമാണ് ക്യാരി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പൾമണറി ആർട്ടറി ക്യാരി ചെയ്യുന്നത് അശുദ്ധമായിട്ടുള്ള രക്തമാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ സർക്കുലേഷൻ നടക്കുന്നത്. ലെഫ്റ്റ് ഓറിക്കിൾ to left ventricle, through aorta to all body parts, through superior vena cava, inferior vena cava and coronary vessel, it will reach right